ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് നാരായണീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 33-ാം ദശകത്തിലെ 6-ാം ശ്ലോകത്തേക്കാണ്. കൃത്യാം ച താം അസിധരാം ഭുവനം ദഹന്തീം അഗ്രേ വിവീക്ഷ്യ നൃപതിർന പതാത് ച ഗംഭേ ത്വദ്ഭക്തബാധം അഭിവീക്ഷ്യ സുദർശനം തേ കൃത്യാനലം ശലഭയൻ മുനിമന്വധാവീത്. ഓരോ വാക്കുകളിലേക്കും അർത്ഥതലങ്ങളിലേക്കും ആദ്യം ശ്രദ്ധ ചെയ്യാം. നൃപതി അസിധരാം ഭുവനം ദഹന്തീം ച താം കൃത്യാം അഗ്രേ അഭിവീക്ഷ്യ. ആ മഹാരാജാവ് വാൾ ഊരിപ്പിടിച്ചിരിക്കുന്നവളും ലോകമെല്ലാം ദഹിപ്പിക്കുന്നവളുമായ ആ കൃത്യയെ സ്വപുരോഭാഗത്തിൽ നേരിട്ട് കണ്ടിട്ട് പതാത് ന ചകമ്പേ, സ്വസ്ഥാനത്തിൽ നിന്ന് ഒരടി പോലും ഇളകിയില്ല. തേ സുദർശനം ത്വദ്ഭക്തബാധം കൃത്യാനലം ശലഭയൻ മുനിം അന്വധാവീത്. അങ്ങയുടെ സുദർശന ചക്രമാകട്ടെ അങ്ങയുടെ ഭക്തനെ ബാധിക്കുന്ന ആ കൃത്യയാകുന്ന അഗ്നിയെ തേജസ്സിനാൽ ഈയാമ്പാറ്റ കണക്കെ നശിപ്പിച്ചിട്ട് മഹർഷിയെ അനുധാവനം ചെയ്തു. വാൾ ഊരിപ്പിടിച്ച് ലോകമെല്ലാം ദഹിപ്പിക്കുമാറ് കാലാഗ്നിയെപ്പോലെ ജ്വലിച്ചുകൊണ്ട് പാദവിന്യാസം കൊണ്ട് ഭൂമിയെ കുലുക്കിക്കൊണ്ട് ആ കൃത്യ അതിഭീകര രൂപത്തിൽ അംബരീഷനെ കൊല്ലുവാനായി ഓടിയെത്തി. എന്നാൽ ആ രാജർഷിയാകട്ടെ സ്വസ്ഥാനത്ത് നിന്ന് ഒരടി പോലും ഇളകിയില്ല. താൻ അപരാധിയാണെങ്കിൽ ഈ ശിക്ഷ അനുഭവിച്ചേ തീരൂ. തൻ്റെ പേരിൽ അധർമ്മമില്ലെന്ന് വരികിൽ ഈ കൃത്യയ്ക്ക് തന്നോട് യാതൊന്നും പ്രവർത്തിക്കാൻ സാധിക്കുന്നതല്ല. തൻ്റെ സകല യോഗക്ഷേമങ്ങളെയും ഭഗവാങ്കൽ സമർപ്പിച്ചിരിക്കുന്നതിനാൽ ഈ വിഷയത്തിൽ യാതൊന്നും പ്രവർത്തിക്കേണ്ടതായില്ല എന്നിങ്ങനെ അദ്ദേഹത്തിന് ദൃഢവിശ്വാസമുണ്ടായിരുന്നു. ഇതാണ് രക്ഷിഷ്യതി വിശ്വാസ, വൈഷ്ണവ സമ്പ്രദായ പ്രകാരമുള്ള ശരണാഗതി. ഉറച്ച ദൃഢമായ മഹാവിശ്വാസം. ഏത് ആപത്തിൽ നിന്നും എൻ്റെ ഭഗവാൻ എന്നെ രക്ഷിക്കും എന്ന വിശ്വാസം. വാസ്തവത്തിൽ ഈശ്വരന് രക്ഷാശക്തിയില്ലെങ്കിൽ ആ ഈശ്വരനെ നാം ആരാധിക്കുമോ? ഏത് ഈശ്വരനെയാണോ ഞാൻ ആരാധിക്കുന്നത് ആ ഈശ്വരൻ എന്നെ രക്ഷിക്കും എന്ന ധൈര്യം വേണം. അതുകൊണ്ട് തന്നെ ഒരടി പോലും അംബരീഷ മഹാരാജാവ് അനങ്ങിയില്ല. ആ സമയം ഭഗവാനാൽ നേരത്തെ തന്നെ പറഞ്ഞയക്കപ്പെട്ട സുദർശന ചക്രം ഭവാത് പ്രവിതതാര സഹസ്രധാരം എന്നിങ്ങനെ വർണ്ണിച്ച ആ സുദർശന ചക്രം ആ കൃത്യയാകുന്ന അഗ്നിയെ തേജസ്സിനാൽ ഒരു ഈയാമ്പാറ്റ കണക്കെ ദഹിപ്പിച്ചിട്ട് ദുർവാസസിനെ പിന്തുടർന്നു. താൻ ചെയ്ത പ്രവൃത്തി മുഴുവൻ നിഷ്പ്രയോജനമായി തീർന്നു എന്ന് കണ്ട് ഭയം കൊണ്ട് ആർത്തനായി ആ മഹർഷി ഓടിത്തുടങ്ങുകയും ചെയ്തു. സുദർശന ചക്രം അദ്ദേഹത്തെ വധിക്കുവാനായി പിന്നാലെയും. കോപത്തിൻ്റെ സംഹാരശക്തിയും ഹിംസാത്മക ദാഹവും കാണിക്കുവാൻ കോപത്തെ ഭീകരരൂപം നൽകി കയ്യിൽ ആയുധങ്ങളും നൽകിയാൽ മതി. വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും രൂപം നൽകുവാൻ സാധിക്കുന്നതുകൊണ്ട് അത്തരം സന്ദർഭങ്ങൾ കാവ്യാത്മകങ്ങളാക്കി തീർക്കുന്നു കവികൾ. കോപത്തിൻ്റെ നിറം ചുവപ്പായതിനാൽ അതിനെ അഗ്നിയോട് ഉപമിച്ചിരിക്കുന്നു. എന്നാൽ ഭഗവത്മയമായി തീർന്ന ആ വിഷ്ണുഭക്തന് സർവവും ബ്രഹ്മം തന്നെ. കാരണം അദ്ദേഹത്തിൻ്റെ തപസ്സിലൂടെ ഭക്തിയിലൂടെ നേടിയെടുത്ത അന്തർമുഖത ആത്മാവിനെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞു. കഠോപനിഷത്ത് പറയും, കശ്ചിദ്ധീര പ്രത്യഗാത്മാനമൈച്ഛത് ആവൃത്തചക്ഷുഃ അമൃതത്വമിച്ഛൻ. അതിനാൽ അംബരീഷനെ പോലുള്ള ജ്ഞാനിക്ക് ഭയമില്ല. വിഷ്ണുഭക്തൻ അപകടത്തിലാണ് എന്ന് കണ്ട് വിഷ്ണുചക്രം ആ കൃത്യയെ നശിപ്പിച്ചിട്ട് മുനിയുടെ നേരെ തിരിഞ്ഞു. കോപത്തിൽ നിന്ന് നാശമല്ലാതെ സൃഷ്ടി ഉണ്ടാവുകയില്ലല്ലോ.
ഒരിക്കൽ കൂടി ഈ ശ്ലോകത്തെ ജപം ചെയ്യാം. കൃത്യാം ച താമസിധരാം ഭുവനം ദഹന്തീം അഗ്രേ വിവീക്ഷ്യ നൃപതിർന പതാച്ച ഗംഭേ ത്വദ്ഭക്തബാധമഭിവീക്ഷ്യ സുദർശനം തേ കൃത്യാനലം ശലഭയൻ മുനിമന്വധാവീത്. ഓം തത്സത്. ഹരി ഓം.